ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മെൻഡോസ ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നുള്ള പ്രശ്നമുള്ള ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എനി ടു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിംഗ് നോ യൂണിറ്റ് ഓർ ഡയമെൻഷൻ. അപ്പോൾ നിങ്ങളിത് ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടാവും. ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഇപ്പോൾ യൂണിറ്റും അല്ലെങ്കിൽ ഡയമെൻഷനും ഇല്ലാത്ത ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞപ്പോൾ ഒരു ക്വാണ്ടിറ്റി ലെറ്റ് ക്വാണ്ടിറ്റി ബി ക്യൂ, അതിനെ നമുക്കൊരു എ ബൈ ബി ഫോർമാറ്റിൽ എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കാം. എ ബൈ ബി. അപ്പോൾ അത് യൂണിറ്റ് ഇല്ല മീൻസ് എന്താണ്? രണ്ടും കട്ടായി പോകുന്നുണ്ട്. അതായത് മേലത്തെ ക്വാണ്ടിറ്റിന്റെ യൂണിറ്റും, അതായത് ഡിനോമിനേറ്ററിന്റെ ന്യൂമറേറ്ററിന്റെ എന്താണ് യൂണിറ്റ്സ് സെയിം ആണ്. അപ്പൊ അങ്ങനത്തെ ക്വാണ്ടിറ്റീസിനെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എന്താണ് ആംഗിൾ എന്ന രണ്ട് ടൈപ്പ് ഉണ്ട്. പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും അല്ലേ? കാരണം അവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആയിട്ട് രണ്ടായിട്ടും വരെ എന്താണ് ലെങ്ത് ആണ്. അപ്പൊ അത് രണ്ടും കട്ടായി പോകും. അപ്പൊ അതിന് ഡയമെൻഷൻ ഉണ്ടാവില്ല. യൂണിറ്റ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, പ്ലെയിൻ ആംഗിൾ, സോളിഡ് ആംഗിൾ. പിന്നെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? സ്പെസിഫിക് ഡെൻസിറ്റി, സ്പെസിഫിക് ഗ്രാവിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, സ്പെസിഫിക് ഗ്രാവിറ്റി ഒക്കെ നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾ പഠിച്ച ഇപ്പോൾ സ്പെസിഫിക് കണ്ടക്ടിവിറ്റി, അങ്ങനത്തെ ഒരുപാട് ക്വാണ്ടിറ്റീസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. സ്പെസിഫിക് ഗ്രാവിറ്റി. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. ദാറ്റ് ഇസ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് വൺ, വാട്ട് ഇസ് ദി ഡയമെൻഷൻ ഓഫ് ദി പവർ? ഓക്കെ, പവറിന്റെ ഡയമെൻഷൻ. പവർ എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് ഡൺ ഇൻ യൂണിറ്റ് അല്ലെ? വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ആയി. ഇപ്പൊ W/T ചെയ്താ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താടാ? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ? അപ്പൊ അത് ഞാൻ F/D/T എന്ന് എഴുതി കൂടെ? അപ്പൊ ഫോഴ്സിന്റെ ഡയമെൻഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടാവും. എന്താണ്? ML/T⁻², അല്ലടാ? ടൈംസ് ഡിസ്റ്റൻസിന്റെ എന്താണ് ഡയമെൻഷൻ? എന്താണ്? L ആണ്, /ടൈം ഇൻറ്റു T. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ML²T⁻³ ഓപ്ഷൻ ഏതാ? ഡി. ഇത് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ ഫസ്റ്റ് പാർട്ടിൽ, അതിന്റെ ആൻസേഴ്സ് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഈസ് ദി ഡയമെൻഷൻ ഓഫ് പവർ. ഇനി ഡയമെൻഷൻ ഓഫ് ഫോഴ്സിന്റെ ഡയമെൻഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും. എന്താണ്? ML/T⁻², അല്ല? കാരണം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലെ? മാസിന്റെ ഡയമെൻഷൻ. അപ്പോൾ ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് വിൽ ബി ഡയമെൻഷൻ ഓഫ് മാസിന്റെ ഡയമെൻഷൻ ഓഫ് ആക്സിലറേഷൻ. അപ്പോൾ ദിസ് ഈസ് ML/T⁻². ഓക്കെ, ML/T⁻². അതാണ് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ. ML/T⁻². ഇനി ഡിഫൈൻ ആക്സിലറേഷൻ, ഗിവ് ഇറ്റ്സ് യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആക്സിലറേഷൻ ഇസ് ദി ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ യൂണിറ്റ് ടൈം. അപ്പൊ നിങ്ങൾക്ക് ΔV/ΔT എന്ന് എഴുതാം. അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ. അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ യൂണിറ്റ് ടൈം. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ സിമ്പിൾ ആയിട്ട് എങ്ങനെ എഴുതും? V - U/T എന്ന് നിങ്ങൾ 8ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. യൂണിറ്റ് എന്താണ്? മീറ്റർ/സെക്കൻഡ്². അതെങ്ങനെയാണ് വരുന്നത്? വെലോസിറ്റിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ/സെക്കൻഡ് ഡിവൈഡഡ് ബൈ ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. അപ്പോൾ സിംപ്ലിഫൈ വന്നിട്ടു മീറ്റർ/സെക്കൻഡ്². അതൊക്കെ നിങ്ങൾക്ക് അറിയാം, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, മീറ്റർ/സെക്കൻഡ്². ഇനി എന്താ? ഡയമെൻഷൻ വേണം. അപ്പോൾ ഡയമെൻഷൻ എന്താണ്? ഡയമെൻഷൻ ഓഫ് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി ബൈ ഡയമെൻഷൻ ഓഫ് ടൈം. അപ്പോൾ എന്നിട്ടും L/T⁻². ഓക്കെ, L/T⁻². അപ്പോൾ അത് നമ്മൾ എഴുതി. ഇനി 22, ഇത് പാർട്ട്, അതായത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, F ഈസ് ഈക്വൽ ടു AT² + BT. ഓക്കെ, ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡിയാണ് ഈ ഇക്വേഷൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് F ഈസ് ഈക്വൽ ടു AT² + BT എന്നാണ് പറയുന്നത്. AT² + BT. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് A and B എന്താണ്? അപ്പോൾ ഇതെന്ത് ചെയ്യണം? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ ഡയമെൻഷൻ ഓഫ് F ഡയമെൻഷൻ ഓഫ് AT² എന്തായിരിക്കണം? സെയിം ആയിരിക്കണം അല്ലെ? In order to an equation to be dimensionally correct എന്തായിരിക്കണം? It should satisfy principle of homogeneity. അപ്പോൾ ഡയമെൻഷൻ ഓഫ് A എന്താണ്? ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് ബൈ T² എന്ന് കിട്ടും. ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് ബൈ T². ദാറ്റ് വിൽ ബി ദി എന്താണ്? ഡയമെൻഷൻ ഓഫ് ക്യാപിറ്റൽ A. ഇപ്പോൾ ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ? ML/T⁻² ഡിവൈഡഡ് ബൈ T² ആണ് കേട്ടോ. ഡിവൈഡഡ് ബൈ ML/T⁻² ഡിവൈഡഡ് ബൈ T². ഓക്കെ, അപ്പോൾ സിംപ്ലിഫൈ വന്നിട്ടും ML/T⁻⁻4. അതാണ് എന്ത്? ക്യാപിറ്റൽ എന്റെ ഡയമെൻഷൻ. ML/T⁻⁻4 ആണ്, -4. ഓക്കെ, സോറി, ML/T⁻⁻4. അതേപോലെ ഡയമെൻഷൻ ഓഫ് B എന്തായിരിക്കും? ഫോഴ്സ് ബൈ ടൈം. അപ്പോൾ എന്ത് വരും? ML/T⁻³ ആയിരിക്കും കേട്ടോ.
മോണോസ്റ്റർ ഓഫ് ബി എന്താണ്? mlt⁻³ ഓക്കെ, mlt⁻³. സോ ദാറ്റ് ഈസ് ദി ക്വസ്റ്റ്യൻ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അടുത്തുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.